ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ മുഹമ്മയിലെ ആരക്കര എന്ന് പറയുന്ന അമ്പലത്തിലെ നമ്മുടെ പുതിയ ഷോപ്പും അവിടുത്തെ ഉത്സവ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ്. അപ്പോൾ വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇപ്പോൾ സമയം ഏകദേശം ഒരു 5 മണി 5:30 ആയിട്ടുണ്ട്. ഞങ്ങൾ വളരെ ലേറ്റായിട്ടാണ് വന്നത്. പക്ഷെ അവരൊക്കെ നേരത്തെ വളവനാട് നിന്ന് നമ്മുടെ അമ്പലത്തിലെ ആ ഷോപ്പ് പൊളിച്ചിട്ട് നേരെ ഇങ്ങോട്ടാണ് വന്നത്. രാവിലെ തന്നെ അവരോട് നമ്മുടെ ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന പരിപാടിയിലൊക്കെയാണ്. അപ്പം ഞങ്ങൾ പതുക്കെ പിന്നാലെ ബസ്സിനാണ് വന്നത്. അപ്പം ഈ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമുക്ക് ഷോപ്പ് കിട്ടിയിട്ടുള്ളത്. ബാക്ക് സൈഡിലെന്ന് പറയുമ്പോൾ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് നമുക്ക് ഷോപ്പുള്ളത്. ഇപ്പോൾ ഏകദേശം ഫ്രണ്ട് സൈഡിൽ നമുക്ക് സ്പേസ് ഇല്ല, കാരണം അവിടെ മെയിൻ റോഡാണ്. അപ്പോൾ സൈഡിലായിട്ടൊക്കെ ഒരു ഗ്രൗണ്ട് പോലെയുണ്ട്. അവിടെയൊക്കെ അത്യാവശ്യം ഷോപ്പുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചില ഷോപ്പുകളിൽ ഓപ്പൺ ആക്കാനുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഷോപ്പ് തപ്പി നടക്കുകയാണ്. സത്യത്തിൽ എക്സാക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് നമുക്കറിയില്ല. അങ്ങനെ നടന്ന് ബാക്ക് സൈഡിലെത്തിയപ്പോഴാണ് അവിടുത്തെ സ്കൂളിനോട് ചേർന്നൊരു ഗ്രൗണ്ടും പിന്നെ സ്റ്റേജും കാര്യങ്ങളും ഒക്കെ കണ്ടത്. അപ്പോൾ സ്റ്റേജിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ടാണ് നമ്മളുടെ ഷോപ്പുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ ഷോപ്പ്. അതായത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലെ എൻട്രൻസിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഷോപ്പുള്ളത്. അപ്പം ഇവിടെ അത്യാവശ്യം ഇന്ന് വൈകുന്നേരം നല്ല തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നേരെ അവിടെ നിന്ന് പൊളിച്ച് വളരെ ഒരു ദിവസം സാധാരണ നമ്മളൊരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് പൊളിച്ചിട്ട് മാറുമ്പോൾ ഒരു ദിവസത്തേക്കൊരു ഗ്യാപ്പ് ഞങ്ങൾ എടുക്കാറുണ്ട്. ഒരു ഇത്രയും ദിവസം നമ്മൾ വർക്ക് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം നമ്മൾ ഹോൾഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് നമുക്ക് അങ്ങനെയുള്ള ടൈം ഒന്നും കിട്ടിയില്ല. നേരെ അവിടുന്ന് പൊളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു. കാരണം ഇനിയുള്ള 3 ദിവസം ഇവിടെ നല്ല തിരക്കുള്ള ദിവസമാണ്. അപ്പം നമ്മളുടെ ബിസിനസ്സൊക്കെ നന്നായിട്ട് പോകും എന്നുള്ള പ്രതീക്ഷയിൽ കൊണ്ടുവന്നിട്ടാണ്. ആ പ്രതീക്ഷ ഒന്നും തെറ്റിയിട്ടില്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2 ആഴ്ചയൊക്കെ ആയി. ഞാൻ ഈ വീഡിയോ ഇടാൻ ലേറ്റായതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ നിങ്ങൾ ഫസ്റ്റിലേ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യമേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൽ 2 ആനകളുണ്ടായിരുന്നു. അവരെയാണ് ഇങ്ങനെ റൗണ്ട് അടിക്കുന്നത്. ഇതിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ ഡീറ്റെയിലൊന്നും പറയാൻ എനിക്കറിയില്ല. പക്ഷേ ഈ അമ്പലത്തിലെ ഉത്സവം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് ആനയാണ് ഇവരുടെ ഒരു മെയിൻ പാർട്ട്. ലേറ്റ് നൈറ്റൊക്കെ പള്ളിവേട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുക. ഈ പോകുന്നതാണ് ചിക്കിരക്കുട്ടികൾ. ഇത് എനിക്ക് ഫസ്റ്റ് ടൈമാണ്. ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനൊരു സംഭവം. അതായത് ഈ സ്കൂളിൻ്റെ ബിൽഡിങ്ങിലും അതിൻ്റെ സൈഡിലായിട്ടൊരു ബിൽഡിങ് കൂടിയുണ്ട്. അവിടെയാണ് ചിക്കിരക്കുട്ടികളെ താമസിപ്പിക്കുക എന്ന് പറയുന്നത്. അതിൻ്റെ ഇതെന്ന് വെച്ചാൽ കുട്ടികൾ ഇവിടുത്തെ ഉത്സവം തുടങ്ങുന്നത് തൊട്ട് തീരുന്നത് വരെ ഇവിടെ റൂം എടുത്ത് കുട്ടികളുടെ ഫാമിലിയും ഇവിടെ സ്റ്റേ ചെയ്യും. അതിനുശേഷം അമ്പലത്തിൽ പോയിട്ട് ഇതുപോലെ ദേവിയുടെ ഡ്രസ്സുകളൊക്കെ, ഓർണമെൻറ്റ്സും ഡ്രസ്സുകളൊക്കെ, ഈ റെഡ് ഈ ഒരു കർച്ചീഫ് പോലത്തെ ഒരു സാധനം, അത് ആ റെഡ് തുണി അവർക്ക് മസ്റ്റാണ്. ആൺകുട്ടികളും ഉണ്ട് പെൺകുട്ടികളും ഉണ്ട്. എന്തോ നേർച്ചയുടെ ഭാഗമായിട്ടാണ് ഇവരിവിടെ താമസിച്ച് വൈകുന്നേരങ്ങളിൽ ഇതുപോലെ ഡ്രസ്സപ്പ് ചെയ്ത് അമ്പലത്തിൽ പോകും, തൊഴുതിട്ട് തിരിച്ച് വരും. പക്ഷേ ഇവരെയൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. മേക്കപ്പൊക്കെ ഇട്ട് ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് കുഞ്ഞു മക്കളെല്ലാവരും ഒരേപോലെ ഒരുങ്ങിയാണ് പോകുന്നത്. ഇപ്പം അവിടെ എന്തോ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ വരിയായിട്ട് പോകും. ഇവരെല്ലാം ഇവിടെ താമസിക്കുന്നവരാണ്. അപ്പം ഇവരെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ റിലേറ്റീവ്സും ബന്ധുക്കളും ഒക്കെ വന്നുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ഒരു ക്രൗഡ് ഇവിടെ ഉണ്ടാവും. അപ്പം ഞാനിത് ആദ്യമായിട്ടാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഒരു കാര്യം ഞാൻ കണ്ടിട്ടില്ല. ഓച്ചിറയിലാണെങ്കിൽ വൃശ്ചികത്തിൽ ഫാമിലിയായിട്ട് റൂം എടുത്ത് താമസിക്കുന്ന കണ്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഇരുത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. അപ്പോൾ അത്യാവശ്യം അവർക്ക് താമസിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ ഈ അമ്പലത്തിനോട് ചേർന്ന് തന്നെ, അതായത് കുക്ക് ചെയ്യാനും ഫുഡ് ഉണ്ടാക്കാനും കുക്ക് ചെയ്യാനും അവർക്ക് ഇത്രയും ദിവസം സ്റ്റേ ചെയ്യാനും ഒക്കെ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഇവർ ഒരുക്കിയിട്ടുണ്ടാവും ഇവിടെ. അപ്പോൾ ഞാനിങ്ങനെ കുട്ടികളുടെ വീഡിയോസ് എടുത്തുകൊണ്ടേ ഇരിക്കും. ഓരോ കുട്ടികളെയും കാണാൻ അത്ര ഭംഗിയുണ്ട്. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ഷോപ്പിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് മൊത്തം സെറ്റാക്കി വെച്ചേക്കാണ്. അത്യാവശ്യം നല്ല തിരക്കും, പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു. നമ്മുടെ ഷോപ്പിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഈ ലാസ്റ്റ് ഇതിപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ തിരക്ക് ഇന്ന് തൊട്ടാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. കാരണം ഇത്രയും ദിവസം നമ്മൾ വളവനാട് അമ്പലത്തിലായിരുന്നു നമ്മൾ ഷോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ലാസ്റ്റ് 3 ദിവസം അടിക്കാം ഇവിടെ ഷോപ്പിടാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ആസ് യൂഷ്വൽ എല്ലാ അമ്പലത്തിലെ ഉത്സവങ്ങൾ പോലെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഈ ഫയർ വർക്ക്സ് എന്ന് പറയുന്നത്. അതും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ ഡെയിലി ഉണ്ടായിരുന്നു. 3 ദിവസം നമുക്കിവിടെ ഷോപ്പ് ഉണ്ടായിരുന്നു. ഈ 3 ദിവസവും ഈ ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു. ഇത് രണ്ട് സമയങ്ങളിലാണ് ഉണ്ടാകുന്നത്. ഒന്ന് ഈ പറയുന്ന പോലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഫയർ വർക്ക്സ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പള്ളിവേട്ട ടൈം ആകുമ്പോൾ, അതായത് ലേറ്റ് നൈറ്റ് പള്ളിവേട്ട ടൈമിൽ ഒരു
ഫയർ വർക്ക്സ് ഉണ്ടാവും. ഇപ്പം ഈ എൻ്റെ ബാക്കിലൂടെ പോകുമ്പോൾ ഇത് നൈറ്റായി, പിറ്റേ ദിവസത്തെ വീഡിയോ ആണിത്. അന്നത്തത് കഴിഞ്ഞു നെക്സ്റ്റ് ഡേ നൈറ്റ് എടുത്ത വീഡിയോ ആണ്. ഇവിടെ ഈ സൈഡിലൂടെ പോകുന്നത് പള്ളിവേട്ടയാണ്. അപ്പോൾ പള്ളിവേട്ടയുടെ സെറ്റപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആന എഴുന്നള്ളിച്ച് കൊണ്ടുപോകും. അതിൻ്റെ ബാക്കിൽ മറ്റേ ചെണ്ടമേളം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ആൾക്കാർ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഇതാണ്, ഒരു പ്രത്യേക വൈബാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊക്കെ പോയി ഡാൻസ് കളിച്ചിട്ടോ, ഞങ്ങളെല്ലാവരും പോയി തുള്ളിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. കാരണം നമുക്ക് സ്റ്റഡി ആയിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഇവരുടെ ഒരു മ്യൂസിക്കും ആൾക്കാരുടെ ഒരു വൈബിൽ നമ്മളങ്ങനെ അങ്ങ് സെറ്റായി പോവും. അങ്ങനെ ഭയങ്കര ഇതാണ്, എൻജോയ്മെൻ്റ് ആണ്. കുറച്ച് നേരം എന്താ പറയുക, നമ്മളറിയാണ്ട് അതിനകത്ത് അവരുടെ ആഘോഷത്തിൽ പങ്കുചേരാന്ന് പറയില്ല. ഷോപ്പൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വിട്ടുപോയി. കാരണം എല്ലാവരും ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അപ്പുറത്തെ ഫ്രണ്ടിലായിട്ട് ആനയുണ്ട്, ആനയുടെ ബാക്കിലായിട്ട് ചെണ്ടമേളം ഉണ്ടാവും. എൻ്റെ ബാക്കിൽ ഇവിടെ വന്നിട്ടുള്ള ഉത്സവം കൂടാൻ വന്നിട്ടുള്ള എല്ലാ ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അവരുടെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അമ്പലം ഒരു രക്ഷയില്ല, കാണാനും മറ്റേ സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു ടൈപ്പ് അമ്പലമാണ്. അങ്ങനെ ബാക്കിൽ കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ബാക്കിൽ കൂടെ അതേ ആനയെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഞാൻ നമ്മുടെ ഇക്കുമോനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവനങ്ങനെ ആനയെ അത്ര അടുത്ത് കണ്ടിട്ടില്ല. അപ്പോൾ അവനെ അടുത്ത് കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ആനയുടെ പിന്നാലെ ചുറ്റി. കാരണം വെച്ചാൽ അവന് കാണാൻ വേണ്ടിയിട്ടാണ്. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവന് എന്ത് സംഭവമാണെന്ന് പോലും മനസ്സിലാവാണ്ട് അവൻ ആകെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് നമ്മുടെ പട്ടിയായിരിക്കും. അതിന് ഇഷ്ടവുമാണ്. അവൻ ഇത്രയും നാളിൻ്റെ ഇടയ്ക്ക് അവൻ സംസാരിക്കുന്നൊരു പേടും ബൗബൗ എന്നാണ്. അപ്പോൾ അവൻ അത് വിട്ടിട്ടൊരു ജീവിയെ, ഇത്രയും വലിയൊരു ജീവിയെ കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനത്തെ നമ്മൾ ലാസ്റ്റ് ഡേ ആണ്, ഇപ്പോഴത്തെ ഈ വീഡിയോ കാണുന്നത് ലാസ്റ്റ് ഡേ ആണ്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ മയിലാട്ടം അങ്ങനത്തെ എന്തൊക്കെയോ സംഭവങ്ങൾ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ വരുന്നുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് ഇന്ന് നേരത്തെ തന്നെ ഏകദേശം 4 മണി ആയിട്ടുണ്ട്. ഈ ടൈമിൽ തന്നെ ആൾ കൂടിയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ സ്റ്റേജ് പ്രോഗ്രാമുണ്ട്, കലാഭവൻ്റെ സ്റ്റേജ് പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ആൾക്കാരുണ്ട്. പക്ഷേ ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ഈ ഒരു കച്ചവടത്തിൻ്റെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക് എന്ന് പറയുന്നത് ഈ ചൂട് തന്നെ താങ്ങുക എന്നുള്ളതാണ്. പക്ഷേ അതർവൈസ് ഈ കച്ചവടം നല്ലതായിരുന്നു. ഇവിടുത്തെ ഞങ്ങളുടെ ആ ഒരു പ്രതീക്ഷകളൊന്നും തെറ്റായി പോയില്ല. അത്യാവശ്യം നല്ലൊരു ഫണ്ടോടുകൂടി വളരെ ഹാപ്പി ആയിട്ടാണ് നമ്മൾ ആര്യക്കര എന്ന് പറയുന്ന സ്ഥലം വിട്ടത്. എനിക്ക് തോന്നുന്നു ആലപ്പുഴയിൽ വന്ന് ഞങ്ങൾ ചെയ്ത എല്ലാ കച്ചവടങ്ങളും, അതായത് ഇപ്പോൾ ഏകദേശം 6-7 കൊണ്ടായി മൊത്തത്തിൽ എല്ലാ കച്ചവടവും നമ്മളെ അങ്ങനെ നിരാശപ്പെടുത്തിയിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ സക്സസ്ഫുള്ളിയാണ് നമ്മൾ ഓരോ സ്ഥലത്തു നിന്നും കച്ചവടം ചെയ്ത് തിരിച്ച് മടങ്ങുന്നത്. അപ്പോൾ അതേ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ടായി. ഞാനിത് തിരക്ക് കുറയുന്ന സമയത്ത്, അതായത് ഷോപ്പിൽ തിരക്ക് കുറയുന്ന സമയത്ത് മാത്രമാണ് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. കാരണം തിരക്കുള്ള സമയത്ത് നമ്മൾ കെയറിലാണ്, നിലത്തൊന്നും നിൽക്കാനുള്ള ടൈം നമുക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ ആൾക്കാർ സാധനങ്ങളൊക്കെ വാങ്ങി ഏകദേശം പ്രോഗ്രാം കാണാൻ സൈഡായൊരു ടൈമിൽ ഞാൻ ഫോണും കൊണ്ടിറങ്ങിയാണ്. എന്നിട്ട് ഇടയ്ക്കൂടെ അവിടെ ഇവിടെയൊക്കെ പൊഴിഞ്ഞും ആൾക്കാർ വരുന്നുണ്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പാഷാണം ഷാജി, അതുപോലെ കലാഭവനിൽ വർക്ക് ചെയ്യുന്ന, എനിക്ക് എല്ലാവരുടെയും പേരൊന്നും അറിയില്ല, ഒരു വിധപ്പെട്ട എല്ലാ ഫേമസ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ഈ ഒരു പ്രോഗ്രാമിനുണ്ടായിരുന്നു. അതുകൊണ്ട് അത്രയും ക്രൗഡും ഉണ്ടായിരുന്നു. അവിടെ അടുത്ത് പോയി നിന്ന് കാണണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കാണാനൊന്നും പറ്റിയില്ല, കാരണം ഷോപ്പിൽ തിരക്കായിരുന്നു. പിന്നെ ലാസ്റ്റ് ഷോപ്പെല്ലാം ക്ലോസ് ചെയ്ത് ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബാക്ക് സൈഡിലോട്ട് പോകുന്ന സമയത്ത് ഇവരെയൊക്കെ വളരെ അടുത്ത് ഡയറക്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. മിണ്ടിയൊന്നുമില്ല, കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും. അപ്പോഴാണ് ഇന്ന ആൾക്കാർ ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നതെന്ന് തന്നെ എനിക്ക് മനസ്സിലായത്. കാരണം ഇത് ഇച്ചിരി ലോങ് ആയതുകൊണ്ട് പിന്നെ ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള ടൈം കിട്ടാത്തത് കൊണ്ട് നമുക്ക് ഇവരെയൊന്നും മനസ്സിലായില്ല എന്നുള്ളതാണ്. ലാസ്റ്റ് ടൈമിൽ ഇവരെ കണ്ടപ്പോഴാണ് ഇവരാണല്ലേ വന്നതെന്ന് മനസ്സിലായത്. അങ്ങനെ ഞങ്ങളുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളെ കണ്ടില്ലേ കാട്ടുമാക്കന്മാരെ പോലെ നിൽക്കുന്നത്, ചൂടെടുത്ത് പണിയെടുത്ത് കുഴഞ്ഞ് ക്ഷീണിച്ചവശരായിട്ട് നിൽക്കുകയാണ്. അപ്പം പ്രോഗ്രാമൊക്കെ ഏകദേശം തീരാറായി. അങ്ങനെ വിജയകരമായി ഈ വർഷത്തെ ആര്യക്കരയിൽ ഉത്സവം അവസാനിച്ചു. വളരെ സക്സസ്ഫുള്ളി നമ്മളുടെ കച്ചവടം അവസാനിച്ചു. നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് വെളുപ്പിന് ഒരു 4 മണിയോടുകൂടി പാക്കപ്പ് പറഞ്ഞു നേരെ അർത്തുങ്കല വീട്ടിലേക്ക് പോയി. അപ്പം നമ്മൾ ഈ നാട്ടിൽ വന്നിട്ട്, അതായത് ആലപ്പുഴയ്ക്ക് നമ്മൾ വന്നിട്ട് ഏകദേശം 1 മാസമായിട്ടുണ്ട്. അപ്പം നാളെ നമ്മൾ വീടൊക്കെ വെക്കേറ്റ് ചെയ്ത് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി ഇങ്ങോട്ട് ഉടനെ തിരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ വീണ്ടും നമ്മൾ അവിടേക്ക് തിരിച്ച് വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് എവിടെയായിരുന്നു, എന്തായിരുന്നു, ഇനി നെക്സ്റ്റ് എന്താണ്, ഏത് സ്ഥലത്താണ് ഷോപ്പ്, അവിടുത്തെ വിശേഷങ്ങൾ, അവിടുത്തെ ആചാരങ്ങൾ, അവിടുത്തെ രീതികൾ, അവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് വീണ്ടും വരാം. ബൈ.